ഹായ് ഫ്രണ്ട്സ്, ഊട്ടിയിലെ വിശേഷങ്ങളിലെ 5-ാമത്തെ എപ്പിസോഡാണ് ഞാനിവിടെ പറയുന്നത്. ഞങ്ങൾ പൈക്കര ഫോൾസും പൈക്കര തടാകവും സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോവുകയുണ്ടായി. പൈൻ ഫോറസ്റ്റ് ഊട്ടിയിലെ വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ്. സഞ്ചാരികൾക്ക് കൗതുകമുണർത്തുന്ന വലിയ വലിയ പൈൻ മരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റിന് സമീപമായിട്ട് ഒരു തടാകവും നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഈ പൈൻ ഫോറസ്റ്റ്. ഈ തടാകക്കരയിൽ വളരെ കുളിരാർന്നൊരു കാറ്റ് നമുക്ക് അവിടെ ഒരു പ്രത്യേക അനുഭൂതി നൽകുന്നതാണ്. അവിടെ നമുക്ക് സഞ്ചാരികൾക്കായിട്ട് കുതിരസവാരി ഒരുക്കിയിട്ടുണ്ട്. ഈ കുതിരസവാരിയിലൂടെ നമുക്ക് പൈൻ ഫോറസ്റ്റ് മുഴുവൻ ചുറ്റി കാണാവുന്നതാണ്. പൈൻ ഫോറസ്റ്റിൽ നിന്നും ഞങ്ങൾ അടുത്ത സഞ്ചാര കേന്ദ്രമായ ഷൂട്ടിംഗ് പോയിന്റിലേക്ക് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഇതിൽ കാണുന്ന ദൃശ്യങ്ങൾ ഈ മലകളും മുട്ടക്കുന്നുകളും കൃഷിയിടങ്ങളും ഞങ്ങൾ ലാംസ് റോക്കിലേക്ക് പോകുന്ന വഴി കാണുന്ന ചെറിയൊരു സഞ്ചാര കേന്ദ്രമാണ്. സഞ്ചാരികളെല്ലാം അവിടെ വാഹനം നിർത്തി ഈ പോയിൻ്റ് കണ്ടിട്ടാണ് പോകുന്നത്. ഈ പോയിൻ്റിലുള്ള പ്രത്യേകത വളരെ മനോഹരമായ മുട്ടക്കുന്നുകൾ നിങ്ങൾക്ക് ഇതിൽ ദർശിക്കാവുന്നതാണ്. കാറ്റിൻ്റെ ഇരമ്പലുകളാണ് കേൾക്കുന്നത്. ഞങ്ങൾക്ക് വളരെയധികം സുഖം തോന്നി ആ കാറ്റിൻ്റെ ഇരമ്പലുകൾ. തന്നെയുള്ള ഒരു ചെറിയ ചായക്കടയിൽ നിന്നും ഞങ്ങൾ ചായ കുടിച്ച് ഞങ്ങളെ ക്ഷീണമകറ്റി ഞങ്ങൾ യാത്ര തുടങ്ങി.
അവിടുന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഷൂട്ടിംഗ് പോയിൻ്റ് കാണാൻ കയറി. ഇതാണ് ഷൂട്ടിംഗ് പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ. ഷൂട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വളരെയധികം ചെറിയ ഒരുപാട് ഉയരമില്ല എങ്കിലും ഒരു ഏകദേശം ഒരു 500 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഒരു മൊട്ടക്കുന്നാണ്. ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് ചുറ്റുപാടുമുള്ള സീനറികൾ നമുക്ക് ധാരാളം ആസ്വദിക്കാവുന്നതാണ്. ഒട്ടുമിക്ക സിനിമകളുടെയും മലയാള സിനിമകളിലും ഹിന്ദി സിനിമകളും തമിഴ് സിനിമകളും ഇവിടെ ഈ ലൊക്കേഷനിൽ നല്ല പാട്ട് രംഗങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ആസ്വദിച്ചിട്ടുണ്ടാവും. പലർക്കും അത് ഓർമ്മ ഉണ്ടായിരിക്കാം ചാൻസ് ഉണ്ട്. വളരെ മനോഹരമായൊരു കുന്നാണിത്. ഈ കുന്നിൽ കയറിയില്ലെങ്കിൽ നമുക്ക് ഊട്ടിയിൽ പോയതിന് ഒരു നഷ്ടം തന്നെ എന്ന് വേണമെങ്കിൽ പറയേണ്ടതായിട്ട് വരും. കാര്യം അത്രയ്ക്ക് മനോഹരമാണ് ഈ കുന്നിൽ നിന്നുള്ള വ്യൂകൾ. ലാംസ് റോക്കിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് കാട്ടിൽ നിന്നും വിറക് ശേഖരിച്ച് വരുന്ന നാടോടി സ്ത്രീകളെ കാണാം. ലാംസ് റോക്കിൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കടന്നതിന് ശേഷം ചെറിയൊരു കാട് പോലെ പ്രതീതിയുള്ള ഒരു ചുറ്റും മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ വഴിയിലൂടെ 1/2 കിലോമീറ്റർ നടക്കണം വ്യൂ പോയിൻറ്റിലെത്താൻ. നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങൾ പ്രയാസപ്പെട്ടാണെങ്കിലും നടന്ന് നീങ്ങി വ്യൂ പോയിൻറ്റിലെത്തി. ഏകദേശം ഉച്ചയോടുകൂടി ഞങ്ങൾ ലാംസ് റോക്ക് വ്യൂ പോയിൻറ്റിലെത്തി. വളരെയധികം മനോഹരമായ കോട മൂടിയ ഒരു വ്യൂ പോയിൻ്റാണിത്. പലപ്പോഴും കോട പോകുന്നത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാര്യം കോട മൂടിക്കിടക്കുന്നതിനാൽ പ്രദേശം നമുക്ക് ദൃശ്യമായിരുന്നില്ല. എങ്കിലും ഭാഗ്യം ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം ഞങ്ങൾക്ക് ചിലവഴിക്കേണ്ടതായിട്ട് വന്നില്ല. കാര്യം ഇടയ്ക്കിടയ്ക്ക് കോട വന്ന് മൂടുമെങ്കിലും അത് പിന്നീട് പെട്ടെന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. വളരെ വളരെ മനോഹരമായിരുന്നു ഈ കാഴ്ച. ലാംസ് റോക്കിൽ നിന്നുള്ള തിരിച്ച് ഇറക്കം
വളരെയധികം സ്റ്റീപ്പായിട്ടുള്ള ഒരു പടികളോട് കൂടിയതുള്ളതാണ്. ഈ പടികൾ നിർമ്മിച്ചിരിക്കുന്നത് പാറ ചെത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ ഇറക്കം ഇറങ്ങിയത്. കാലൊന്ന് പിഴച്ചാൽ നേരെ താഴേക്ക് വന്ന് പതിക്കും. പാലില്ലാത്തൊരു കൊങ്ങനാണ്. കുഞ്ഞിക്കൊങ്ങ വന്നുണ്ടോ ഞങ്ങളുടെ ഇവിടെ? കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ വന്നുണ്ട്. അല്ല തൂങ്ങിപ്പോണ് വന്ന് ഒക്കെ. ലാംസ് റോക്കിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. വളരെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ നിന്നും ഞങ്ങൾ ദർശിച്ചത്. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ലാംസ് റോക്കിൽ നിന്ന് തിരിച്ചിറങ്ങി. കാടിൻ്റെ മർമ്മര ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് കണ്ടോ? ലാംസ് റോക്കിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾക്ക് കലശലായ വിശപ്പ് തുടങ്ങി. ഭാഗ്യത്തിന് ഡ്രൈവർ ഞങ്ങളെ നല്ലൊരു ഹോട്ടലിൽ കൊണ്ടെത്തിച്ചു. നല്ല ഉച്ചഭക്ഷണം ഞങ്ങൾക്ക് അവിടെ ലഭ്യമായി. ഹിൽ ടോപ്പ് എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. ഇവിടെ പോകുന്നവർ ഈ ലാംസ് റോക്കിനടുത്തുള്ള ഈ ഹിൽ ടോപ്പ് എന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. നല്ല ഭക്ഷണമായിരുന്നു അവിടെ. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു.